ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ഇനി കാര്യത്തിലോട്ട് വരാം. അപ്പം ഇന്ന് രാവിലെ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചു തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള അരിയാൻ വേണ്ടിയിട്ട് റെയിനുൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് സവോള അരിയാന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മമ്മ കണ്ണ് പോയി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയായിരുന്നു. കണ്ണ് എരിഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നേരെ റൂമിലോട്ടൊക്കെ വന്ന് ബെഡൊക്കെ ഒന്ന് ഒതുക്കി അവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചിടണം. ഡെയിലി തുടച്ചിടണോണ്ട് തന്നെ വലിയ വൃത്തിയോടൊന്നുമില്ല. പിന്നെ റെയിന് രാവിലെ എണീറ്റിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ ബെഡ്ഷീറ്റ് എത്ര നമ്മൾ നല്ല നീറ്റായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവൻ്റെ ഒരു തുള്ളിച്ചാട്ടം ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലൊക്കെ തന്നെയാവും. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അപ്പം പൈപ്പിൽ നിന്നൊക്കെ നല്ല ചൂടുള്ള വെള്ളമാണ് വരാം. പാത്രം കഴുകാനൊക്കെ പറ്റത്തില്ല, നല്ല ചൂടായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വെക്കും കേട്ടോ. കുളിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കും. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാൻ മറന്നു രാവിലെ വെള്ളം പിടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റെയിനുവിനെ നല്ല ചൂടുവെള്ളത്തിൽ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവനെ കാരണം ഇന്ന് ഇച്ചിരി ലേറ്റായി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ഇച്ചിരി തണുത്ത് വരും. അപ്പം ഇതേ ലാപ്പിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. തുടരും മൂവി കണ്ടേ പിന്നെ ആശാനെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പം എന്തെങ്കിലും സിനിമ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി ലാലേട്ടൻ്റെ, അങ്ങനെ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അടിച്ചു വരുമ്പോൾ ഒക്കെ നല്ല കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി പാല് വേണമെന്ന് പറഞ്ഞിട്ട് പാലൊക്കെ എടുത്ത് കൊടുത്തപ്പം ലാപ്പിൻ്റെ അവിടെ വെക്കാൻ പോയപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് താഴത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലാപ്പ് എടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഏന്തി വലിച്ച് താഴോട്ട് എത്തിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചിടണം. തുടച്ചിട്ടിട്ട് വേണം ഒന്ന് കിച്ചണിലോട്ട് കയറിയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇച്ചിരി ബിരിയാണി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ റെയിനുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ അവനങ്ങനെ ഇടയ്ക്ക് അങ്ങനെ റൈസ് മാത്രമായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും എല്ലാതും ഇഷ്ടമൊക്കെ തന്നെയാണ്. തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ചോറിട്ട് വെച്ചായിരുന്നു കേട്ടോ റെയിനുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ രാവിലെ പാല് മാത്രം കുടിച്ചിട്ടുള്ളൂ. അപ്പം അവനെന്തെങ്കിലും ചോറായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ചിക്കനൊക്കെ ആയിട്ട് വരുമ്പോൾ ഒത്തിരി ലേറ്റായി പോവും. അപ്പം ചോറ് അവനെ വെച്ചിട്ട് കൊടുക്കാനായിട്ട് എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആശാൻ ലാപ്പിൽ സിനിമ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയാണ് കേട്ടോ കാണുന്നത്, ലാലേട്ടൻ്റെ കുരുക്ഷേത്ര. അവന് ഈ പട്ടാളക്കാരെ വെടിവെപ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ വായ തുറക്കുന്നുണ്ട് എന്നുള്ളൂ. അത് കഴിക്കാൻ നല്ലപോലെ മടിയാണ് കേട്ടോ. പിന്നാലെ ഇതുപോലെ കുറേ നേരം ഇരുന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കാൻ നല്ല ദാഹമാണ്, നല്ല ചൂടാണല്ലോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതേ ടോയ്സൊക്കെ എടുത്ത് കയ്യിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് വാ മമ്മ കുളിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും ആശാൻ ചെറിയൊരു അലമ്പൊക്കെ ആയി. ട്രൗസർ ഇടില്ല, ബനിയൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ബനിയൻ എടുത്തിട്ട് പറയണ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാൻ, ട്രൗസറാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ. അതെങ്ങനെ പറ്റും? അവന് ഇടയ്ക്കുള്ളൊരു സ്വഭാവം ഈ ബനിയൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ട്രൗസറാക്കിയിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു ഉമ്മ തരുമോ കുഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഓടി വന്നിട്ട് ഉമ്മയൊക്കെ തന്നു കേട്ടോ. അതിന് എത്ര ചീത്ത പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും, നമ്മൾ വിളിച്ചില്ലെങ്കിലും വരും. അങ്ങനെ അതേ കിച്ചണിലോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് ഓരോന്നാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുത്തി അവനെ. കാരണം എനിക്ക് നല്ലപോലെ പണിയുണ്ട്. ലേറ്റ് ആവുകയും ചെയ്തു, ഉച്ചയാവാറായി. അപ്പം ഉച്ചയാകുമ്പോഴത്തേക്കിനും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ രണ്ടടുപ്പിലും കൂടിയിട്ട് സവോള വഴറ്റാനും പിന്നെ ചിക്കൻ വറുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണിക്കുള്ള സവോള ഈ ചെറിയ അടുപ്പിലിട്ടിട്ട് വഴറ്റെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയിലേക്കുള്ള സവോള അപ്പുറത്തെ അടുപ്പിലോട്ടും. അപ്പം ഇത് എന്താ പറയുക, നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടയായിട്ടിരിക്കുകയായിരുന്നു. അത് ഇച്ചിരി പാടുപെട്ടു അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ സവോളയിൽ. അപ്പോൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പം ചിക്കൻ വറുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി, ബിരിയാണി വെക്കാനായിട്ടും. അപ്പം ഇതേപോലൊക്കെ തന്നെ നെയ്യ് ഇട്ടിട്ടിട്ട് കുടഞ്ഞ് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് അതിലോട്ട് വീണിട്ടു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ വഴറ്റി ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോഴത്തേക്കിനും അവനറിയാം ബിരിയാണി വെക്കുമ്പം ഈ പാത്രത്തിൽ വെക്കാന്നുള്ളത്. അപ്പോഴത്തേക്കിനും വന്ന് നിന്നിട്ട് ബിരിയാണി വേണം എന്ന് പറഞ്ഞ് വന്ന് നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും കുഞ്ഞപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒന്നിച്ച് കഴിക്കില്ല കേട്ടോ, റൈസും ചിക്കനും സലാഡൊന്നും ഒന്നിച്ച് കഴിക്കത്തില്ല. അവനിങ്ങനെ കഴിക്കുമ്പോൾ റൈസ് മാത്രമായിട്ട് അങ്ങനെ കഴിക്കത്തുള്ളൂ. പിന്നെ ചിക്കനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ആവശ്യം കഴിക്കുള്ളൂ. പക്ഷേ റൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിയുടെ. പിന്നെ ഇവിടുത്തെ കിച്ചൺ ഇച്ചിരി വലിപ്പമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സൗകര്യമാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഞാൻ എൻ്റെ കറികളിലും എല്ലാത്തിലും ഞാൻ ഉപ്പിടുമ്പോൾ ഞാൻ കയ്യിൽ ഉപ്പെടുത്തിട്ടാണ് കേട്ടോ ഇടുക. എനിക്ക് കൈയളവാണ് എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്, കയ്യിൽ ഉപ്പെടുത്ത് ഇടാൻ പാടില്ല എന്ന് അങ്ങനെ എന്താ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അറിയണവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോഴത്തേക്കിനും റെയിനുവിൻ്റെ ഇതേ വാശിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അവന് കുറേ നേരം ഇങ്ങനെ ഞാൻ എടുത്തില്ലാതെ ഇപ്പം സങ്കടമായിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് സങ്കടം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും എന്തേ പപ്പ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വേണ്ട, ആരും വേണ്ട, അവരായി അവരെ ലോകമായി. അപ്പം ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി വന്നു കേട്ടോ. പാത്രം കഴുകണതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല, കൈ നല്ലപോലെ ചുട്ട് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുവാണെങ്കിൽ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ നല്ല ചുട്ടുനീട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇത് കഴുകി വെച്ച് ഒന്ന് സെറ്റാക്കി അടുപ്പൊക്കെ ഒന്ന് എല്ലാം തുടച്ച് ക്ലീനാക്കി വരുമ്പോഴത്തേക്കിനും സെക്കൻഡ് കൊണ്ട് പിന്നെ അടുത്ത പാത്രങ്ങൾ പിന്നെയും ആയിട്ടുണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. എന്നാലും അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാതിരിക്കണമെങ്കിൽ. ഉച്ചയാകുമ്പോഴത്തേക്കിനും എല്ലാ പണികളും തീർത്ത് ഞാൻ ഫ്രീ ആവാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പം ഉച്ചയ്ക്ക് മുന്നേ എല്ലാ പണികളും തീർത്ത് ക്ലീൻ ആക്കിയിട്ട് ഇടണം ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ലേറ്റാവും. പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പം ആണ് പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ ഒരു സമയത്തിനുള്ളിൽ വേഗം എല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് നിൽക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ടാണ് എല്ലാ പണികളും തീർത്തിട്ടൊക്കെ കുളിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെയിനുവിനെ ഉറക്കാൻ വേണ്ടി കിടത്തി കേട്ടോ. അപ്പോൾ കൂടുതൽ എനിക്ക് ഉറങ്ങണം, ഞാനും നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്